ശരിക്കും പറയാൻ ഓരോ വർഷത്തിലും ഓരോ മികച്ച കാർ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ളൊരു സംഭവമൊക്കെ വെറുതെ മിത്താണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള മികച്ച കാർ നിങ്ങൾ വാങ്ങുക. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി. ഏകദേശം നല്ല നിരപ്പായിട്ടുള്ള ഒരു റോഡാണ് വെച്ചാൽ 1 കിലോമീറ്ററോളം വണ്ടി നേരെ സ്ട്രെയിറ്റ് ലൈനിൽ പോവും. ഇനിയിപ്പോൾ ട്രാഫിക്കുള്ള ഒരു സ്ഥലങ്ങളിൽ എത്രത്തോളം ട്രാഫിക് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഇതൊരു ഇറക്കാണ്, അപ്പോൾ ജസ്റ്റ് ഞാൻ ആക്സിലേറ്റർ ഒന്ന് കാല് വയ്ക്കണു, പ്ലസ് ബട്ടൺ അടിക്കണു, ലെവൽ 3 കിട്ടും. ഞാൻ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യണില്ല. വണ്ടി സ്ലോ ആയി നോക്കി നിങ്ങൾ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ EV ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞോട് കൂടിയിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ പഠിക്കും. ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് EV വാങ്ങാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് EV വേണോ വേണ്ട എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ EV ഉപയോഗിക്കാൻ എന്തായാലും പഠിച്ചിരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EV എടുത്ത് പെട്ടുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അത്തരത്തിൽ EV എടുത്ത് കഴിഞ്ഞാൽ പെടോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോസിനൊക്കെ ശേഷം അവസാനം നമ്മൾ EVയിലേക്ക് എത്തിക്കാനായിട്ടാണ്. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള, ഏറ്റവും കൂടുതൽ ലൈക്കുള്ള, പഠിപ്പിക്കുന്ന കുറച്ച് വീഡിയോസ് ആണ് ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വ്യൂസ് ലൈക്കും കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് അതൊക്കെ ഉപകാരപ്രദമായി എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് EVനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോർമലി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു കാർ പോലെ തന്നെയാണ് സ്റ്റിയറിംഗും ബ്രേക്കും ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോർമലി ഒരു കാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് EV ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വെച്ചാൽ ഞാൻ പറയും പറ്റില്ല. നിങ്ങളിത് തോന്നിയ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എടുത്തതിന് യാതൊരു തരത്തിലുള്ള ഉപകാരങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു EV കാറിനെ പരിചയപ്പെടാം. നോർമൽ കാറുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലുക്ക് വൈസ് മാത്രമാണ് ഈ വണ്ടികളൊക്കെ ഒരേപോലെ ഇരിക്കണല്ലോ. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു വണ്ടിയാണ് EV എന്ന് പറയുന്നത്. നിങ്ങൾ നല്ല രീതിയിലല്ല ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചതിനായിട്ടും കൂടുതൽ കാശ് നിങ്ങൾ ചിലപ്പോൾ ചിലവാക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. വർഷത്തിൽ ഒരിക്കലേക്കാണ് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു EV കാറിനെ പരിചയപ്പെട്ടാലോ. നിങ്ങൾ വാങ്ങാൻ പോണ ഒരു കാറാണെച്ചാലും ഈ ഒരു കാറാണെച്ചാലും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെയിം ആയിരിക്കും. നോർമലി ഇതൊരു 36 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. പക്ഷെ 5-6 ലക്ഷം രൂപ മുതലൊക്കെ ഇപ്പോൾ ശരിക്കും വണ്ടികളുടെ ഷോറൂം പ്രൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറും അതേപോലെ തന്നെ ബാറ്ററിയും. ഇത് ലൈഫ് ടൈം വാറണ്ടി ഉള്ള സാധനങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാത്ത പക്ഷേ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വണ്ടിയുടെ ഹാഫ് എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരും. ചിലവാക്കണമല്ല, നല്ല ഊള സർവീസ് സെന്റർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കുറേ നാളത്തേക്ക് കിട്ടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. വണ്ടിക്ക് സർവീസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല സർവീസ് സെന്റർ ആണോ എന്ന് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ EV എടുക്കണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നോർമലി ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഇല്ലാത്ത കാരണം ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ചെറിയ ബാഗ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഓയിലിനെ പറ്റിയിട്ട്, അതായത് എഞ്ചിൻ ഓയിലിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട, സ്പാർക്ക് പ്ലഗിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട, ടൈമിംഗ് ചെയിൻ്റെ സർവീസിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട. അതായത് നോർമൽ ആയിട്ടുള്ള എഞ്ചിനുള്ള ഒരു കാറിന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല കേട്ടോ. പക്ഷേ അതുകൊണ്ടായില്ല, ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു 5000-6000 കിലോമീറ്ററിൽ നിങ്ങൾ വീൽ അലൈൻമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ടയർ ഒന്നും തിരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, ഈ ഒരു സംഭവം ചെത്തിപ്പോവും. 10000 കിലോമീറ്ററിലൊക്കെ ഇതിൻ്റെ ഒരു സൈഡൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 20-25,000 ഒരു ടയറിന് ശരിക്കും സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അതായത് റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ 4 ടയറൊക്കെ ചെത്തിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-80,000 നിങ്ങൾക്ക് ചിലവാകും. അപ്പോൾ പെട്രോൾ അടിക്കാണ്ട് നിങ്ങൾ സേവ് ചെയ്യാൻ വിചാരിച്ച ആ ഒരു പൈസ ഈ ഒരു വണ്ടിയിൽ ഇറക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മാത്രമാണ് ഒരു 5000 കിലോമീറ്ററിൽ വീൽ അലൈൻമെന്റ് ചെയ്യണം. പിന്നെ AC-യുടെ ഫിൽറ്റർ മാറണം. അത് മാത്രമാണ് EVകൾക്ക് പൊതുവേ വരുന്ന, അതായത് ഭൂരിഭാഗം EVകൾക്കും പൊതുവേ വരുന്ന ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. പിന്നെ ബാറ്ററി മോട്ടറൊക്കെ അടിച്ചു പോകുന്ന ഒരു കേസാണ്. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നല്ല സർവീസ് സെന്റർ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അവർക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ മാസം EMI അടക്കേണ്ടി വരും. ആ ഒരു സംഭവം ശ്രദ്ധിക്കുക. പിന്നെ ഭൂരിഭാഗം വണ്ടികൾക്ക് എനിക്ക് തോന്നുന്നു 2026 ശേഷം സബ്സിഡിയിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. റോഡ് ടാക്സിൽ അതേപോലെ തന്നെ RTOന്റെ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ എങ്ങനെയാണ് നിങ്ങളുടെ സംസ്ഥാനത്തെ പോളിസിന്ന് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ഈ ഒരു വണ്ടി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതിന്റെ അടിയിൽ ഇതേപോലത്തെ ഒരു സ്പേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ബാറ്ററിയും ബാക്കി സംഭവങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിക്കാൻ വെച്ചാൽ അതിന്റെ മേളിൽ ഇരുന്നിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുക. അതായത് ഇതിന്റെ ഈ അടിയിൽ നിന്ന് ഈ ഒരു എത്രത്തോളം ഏരിയ ഉണ്ടല്ലോ അത്രത്തോളം ഏരിയയാണ് ഇതിന്റെ ബാറ്ററിയും ബാക്കി കമ്പോണൻസും കാര്യങ്ങളൊക്കെ ശരിക്കും വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ് കേട്ടോ. നമുക്ക് മിറർ ഉണ്ട്, പിന്നെ 360 ആംഗിളിലുള്ള ക്യാമറാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന വേരിയന്റിനനുസരിച്ചിട്ട് അത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടായിരിക്കും. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ്, അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളിലും, അതായത് ഇത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇപ്പോഴത്തെ എല്ലാ EVകളും വരുന്നത്. ഫ്രണ്ടിലാണ് ശരിക്കും ആ ഒരു ലുക്ക് വൈസ് നോക്കുന്ന സമയത്ത് വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേറ്റർ ഇല്ലാത്ത കാരണം ഗ്രില്ല് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം വണ്ടി നിങ്ങൾ എന്തിനെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു
30-80 കിലോമീറ്റർ ഡെയിലി ഓട്ടം എന്ന് വിചാരിക്കുക. കൂടുതൽ നിങ്ങൾക്ക് ഈ സിറ്റി യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ട് EV ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ പെട്രോൾ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 6-7-8 രൂപ, അതായത് എല്ലാവിധ മെയിൻ്റനൻസ് ചിലവുകൾ ഉൾപ്പെടെ ഏകദേശം അത്രത്തോളം രൂപ ശരിക്കും ചിലവ് തന്നെയുണ്ട്. പക്ഷേ EV ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 1-2 രൂപയായിട്ട് നിങ്ങൾക്ക് കുറയും. അപ്പോൾ മാസത്തിലോ ആഴ്ചയിലോ അല്ല, ഒരു വർഷത്തെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് EV നിങ്ങൾക്ക് മുതലാവോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ 5 ടൈപ്പ് വാഹനങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം കമ്പാരിസണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ശരിക്കും EV കാറുകളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് വലിയൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഇതിലൊന്നല്ല കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വണ്ടി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതേപോലെ തന്നെ നിങ്ങൾ ഒരു വണ്ടി ഒരു വട്ടം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടും, ഇതാണ് നമുക്ക് EV-കളിൽ മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ മോട്ടറിന്റെയും ബാറ്ററിയുടെ വാറണ്ടി, വേറെ എന്തുണ്ടെങ്കിലും നിങ്ങൾ അത് കണ്ടിട്ട് EV-ലേക്ക് പോകരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് കോസ്റ്റ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കിളി പോവും, എന്തെങ്കിലും കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സംഭവങ്ങളും മറ്റുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിം ആയിരിക്കും. പക്ഷേ ഇതിന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പവറും അതേപോലെ തന്നെ ഭയങ്കര സൈലന്റ് ആയിരിക്കും വണ്ടി എന്ന് പറയുന്നത്. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ നമുക്ക് AC കാര്യങ്ങളൊക്കെ തണുത്ത് തുടങ്ങും. പിന്നെ മൊബൈൽ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാം. വണ്ടി അൺലോക്ക് ചെയ്യാൻ, വണ്ടി റിമോട്ട്ലി എവിടെയാണ് കിടക്കുന്നത്, എത്ര റേഞ്ച് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ചാർജ് സ്റ്റേഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ബാറ്ററി ചാർജ് കയറുക, അതിന് എത്ര രൂപ, അത്തരത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും ഒരു ടോയ് കാർ പോലെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ മൊബൈൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഇത് ഫുള്ളി സോഫ്റ്റ്വെയറിൽ ഓടുന്ന ഒരു വണ്ടിയാണ്. മാനുവൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഈ ഒരു വാഹനത്തിൽ വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് സെന്ററിൽ വണ്ടി കൊണ്ടുപോകാണ്ട് വീട്ടിലിരുന്ന് സർവീസ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ബഗ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് നമുക്ക് അധികം സർവീസ് സെന്ററിന്റെ ഭാഗങ്ങളിലേക്ക് പോകേണ്ടില്ല. അപ്പൊ മീറ്ററിൽ എന്തെങ്കിലും വാണിംഗ് വരുമ്പോൾ മാത്രമാണ് ശരിക്കും നമ്മൾ സർവീസ് സെന്ററിലേക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകുക. അപ്പൊ ഇതിന്റെ ഗിയർ ബോക്സിന്റെ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഗിയർ ബോക്സ് അല്ല ശരിക്കും ഇതിന് വരുന്നത്. ഇതിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് വരുന്നത്. നമുക്ക് ഇതിൽ റിവേഴ്സ് മോഡ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ന്യൂട്രൽ വന്നിട്ടുണ്ട്, ഡ്രൈവ് വന്നിട്ടുണ്ട്, പാർക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നോർമലി എല്ലാ വണ്ടികളിലും വരുന്നത്. ഡ്രൈവിംഗ് മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ റെയിൻ, അതായത് ഭയങ്കര വെറ്റായിട്ടുള്ള റോഡാണ് നിങ്ങളുടെ ഏരിയയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടെറൈൻസിനനുസരിച്ചുള്ള മോഡും കാര്യങ്ങളൊക്കെ എല്ലാ EV-കളിലും ഉണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ ബേസ് മോഡലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കിട്ടും. ഇതിന്റെ മീറ്ററിലാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഇവിടെയാണ് ശരിക്കും ഇതിന്റെ ബാറ്ററി ലെവൽ കാണിക്കുക. ഇപ്പോൾ 84% ചാർജ് ഉണ്ടെങ്കിൽ ഏകദേശം 417 കിലോമീറ്റർ ഓടുന്നതാണ് ശരിക്കും ഇവിടെ എഴുതി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് കാൽക്കുലേഷൻസ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമ്മൾ ട്രിപ്പ് പോണ പോലത്തെ ഒരു പ്രവർത്തനമാണ് ഇത് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കാണ്ട് ഒരു 1%-2% എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലാൻ ഇല്ലാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ വഴിയിൽ എടുക്കും. അപ്പോൾ നമ്മൾ EV കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റി റൈഡൊക്കെ കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ലോങ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന്റെ റേഞ്ചിന് അപ്പുറത്തേക്കുള്ള ദൂരമാണ് നിങ്ങൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സർവീസ് സ്റ്റേഷനിൽ നിങ്ങൾ മണിക്കൂറോളം നിങ്ങളുടെ വേസ്റ്റ് ആക്കേണ്ടി വരും. അതായത് ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂർ വേസ്റ്റ് ആക്കാന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ എത്താം. അത്രത്തോളം സമയം നിങ്ങൾ EV-യിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കുറച്ച് ഓട്ടം ലോങ്ങും അതേപോലെ തന്നെ കൂടുതൽ ഓട്ടം സിറ്റിയിലൊക്കെ കാണിച്ചാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് EV-യിലേക്ക് ഒന്ന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. രാത്രി ഫുള്ള് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഏകദേശം ഫുൾ ചാർജിൽ ഏകദേശം ഒരു 500 കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണ് നിങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി 30 കിലോമീറ്ററോളം ഓട്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 20 ദിവസം ഈ ഒരു വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പെട്രോൾ പമ്പിൽ കയറ്റേണ്ട, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. രാത്രി ഉറങ്ങാനായിട്ട് മുമ്പ് കുത്തിയിടാതെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 20 ദിവസത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. അത്തരത്തിൽ സിറ്റി യൂസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു EV എടുത്തു, അതിനുശേഷം നിങ്ങൾ ഇത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നോർമലി നമുക്കൊരു ബ്രേക്ക് ലിവറും അതേപോലെ തന്നെ ആക്സിലേറ്ററും ഭാഗങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് കൂടുതൽ ബ്രേക്ക് പാഡ് അങ്ങനെ മാറേണ്ടതായിട്ട് വരില്ല. നോർമലായിട്ടുള്ള ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓടിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് പാഡിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട. അതായത് നല്ല രീതിയിലുള്ള ബ്രേക്ക് പാഡിന്റെ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഒരു ഗെയിം കളിക്കണ പോലെ സങ്കല്പിക്കുക. ഇതാണ് നമ്മുടെ ഒരു ഗെയിം പാഡ്. ഇതിലാണ് നമ്മുടെ ഫുള്ള് സംഭവങ്ങൾ ഇരിക്കുന്നത്. സ്റ്റിയറിംഗുമ്മേ എന്താണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലസും മൈനസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് ശരിക്കും ഇതിന്റെ റേഞ്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു മൂന്നാർ പോലത്തെ ഭയങ്കര കേറ്റർക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോണ സമയത്ത്, നമ്മൾ അങ്ങോട്ട് പോണ സമയത്ത് നമുക്ക് റേഞ്ച് കുറവ് കിട്ടിയാലും തിരിച്ചാ ഒരു ഇറക്കിറങ്ങുന്ന സമയത്ത് നമുക്ക് പോയി അതേ റേഞ്ച് ഈ ഒരു വണ്ടിയിൽ റീജൻ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ EV-കളിലും ഉള്ള ഒരു സംഭവമാണ് കേട്ടോ റീജൻ എന്ന് പറയുന്നത്. നമ്മളെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാറ്ററിയിലേക്ക് ഓട്ടോമാറ്റിക്കലി ചാർജ് കയറും. അങ്ങനെയാണ് ശരിക്കും ഇത് ബാലൻസ് ചെയ്ത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റേഞ്ച് നമുക്ക് കിട്ടാം. ഇപ്പൊ നോർമലി ചറവറ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങ നിങ്ങൾക്ക് കിട്ടില്ല. 600 കിലോമീറ്റർ കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 350 കിലോമീറ്ററിൽ ചിലപ്പോൾ വണ്ടി ഓഫ് ആയി വരും. അത്തരത്തിൽ നിങ്ങൾ ഇത് കൺട്രോൾ ചെയ്ത് പഠിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലസ് ബട്ടണും അതേപോലെ തന്നെ ഈ ഒരു മൈനസ് ബട്ടണും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ നോർമലി ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഇത് ലെവൽ 1 ഇങ്ങോട്ട് കാണിച്ചെടുത്ത് ഇവിടെ ലെവൽ 1 എന്നും പറഞ്ഞിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ലെവൽ 1 ഇങ്ങനെ ലെവൽ 2
2 ലെവൽ 3 എന്ന് പറഞ്ഞിട്ട് 3 തരത്തിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അതായത് 3 തരത്തിലാണ് ശരിക്കും ഇതിന്റെ റീജിയൻ സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഹൈവേയിലാണ് നിങ്ങൾ പോകണമെന്ന് വെക്കുകയാണെന്ന് വെച്ചാൽ, അതായത് ബ്രേക്ക് ഒന്നും പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 3 ജസ്റ്റ് മോട്ടർ പുഷ് ചെയ്ത് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. അതായത് മോട്ടർ ഭയങ്കര ഫ്രീ ആയിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ബ്രേക്ക് പിടിക്കാൻ പാടില്ല, ജസ്റ്റ് ആക്സിലേറ്ററുമ്പോൾ മാത്രം കാലുവയ്ക്കുക. ഇപ്പൊ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഞാനിപ്പോ ഇത് ചെറിയൊരു കയറ്റാണ്. ഈ കയറ്റാണെങ്കിൽ പോലും ഞാനിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം, ഞാനിപ്പോ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തു. മോട്ടറിന്റെ പവർ കണ്ടില്ലേ, 0ലാണ് കിടക്കുന്നത്. പക്ഷെ വണ്ടി മൂവ് ചെയ്യണണ്ട. ഇതേപോലെ തന്നെ നമുക്ക് ഹൈവേയില് ഒരു 80-90 സ്പീഡിൽ ഇങ്ങനെ ആക്സിലേറ്ററിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് പുഷ് ചെയ്ത് വണ്ടീനെ വിടാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് റേഞ്ചിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇത് മൂലം കിട്ടും. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ബ്രേക്ക് പിടിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കൂടെയാണ് ഓടിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ബ്ലോക്ക് ഒക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെവൽ 1 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ട ആക്സിലേറ്റർ നിന്ന് ഇതിപ്പോൾ ലെവൽ 2 ഞാൻ ജസ്റ്റ് ആക്സിലേറ്റർ നിന്ന് കാലെടുക്കുമ്പോഴേക്കും വണ്ടി സ്ലോ ആവും. അതായത് ബ്രേക്ക് പിടിച്ച് ഓടിക്കേണ്ട ഒരു അവസ്ഥയോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഇറക്കാണെന്ന് വിചാരിക്കുക, ഇറക്കാണെങ്കിലും നമുക്ക് കംപ്ലീറ്റ്ലി ആക്സിലേറ്റർ നിന്ന് കാലെടുത്തിട്ട് ഇത് ഏതെങ്കിലും ലെവൽ 1 അതായത് നിങ്ങൾ എത്തരത്തിലുള്ള ഇറക്കാണ് ഇറങ്ങുന്നത് ആ ഒരു രീതിയിൽ ഇതിന്റെ ലെവലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ ചാർജ് കയറും ചെയ്യും, ബ്രേക്കുമ്പോൾ കാല് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സംഭവമാണ് നിങ്ങൾ ഒരു EV എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മളൊരു 5-6 വട്ടം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറിൽ സേവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. നമ്മൾ ഈ ഗെയിം കളിക്കുന്ന പോലെ പ്ലസ് ഇടും മൈനസ് ഇടും, ഇങ്ങനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ചെറിയ കയറ്റങ്ങളിൽ പോലും ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് കാരണം വണ്ടി തന്നെ പോകുന്നുള്ളത്, അതായത് 0 മോട്ടോർ പവർ ഉപയോഗിച്ചിട്ട് വണ്ടി തന്നെ മൂവ് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു 20% ഇപ്പോൾ മോട്ടോർ പവർ എടുത്തതിന് ശേഷം വണ്ടി എത്രത്തോളം ദൂരം, ഞാനിപ്പോൾ ആക്സിലേറ്ററുമ്പോൾ കാല് വെച്ചിട്ടില്ല കേട്ടോ, വണ്ടി എത്രത്തോളം ദൂരം നിങ്ങൾ പോകണ്ടെന്ന് നോക്കി. ചെറിയൊരു കയറ്റാണ് ഇതെന്ന് പറയുന്നത്. ഇത്തിരി കൂടെ പരന്ന റോഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ദൂരം ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. ഞാനിതിപ്പോൾ തിരിക്കുമ്പോൾ പോലും ഞാൻ ആക്സിലേറ്ററിൽ ഒന്നും കാര്യങ്ങളൊന്നും തന്നെ വെക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആദ്യം ഓടിച്ച് പഠിക്കേണ്ടത്. അതായത് ജസ്റ്റ് ഒന്ന് മോട്ടോർ പവർ കൊടുക്കുക, അതായത് 10-50% ഒരുമിച്ച് കൊടുക്കരുത്. മോട്ടോർ പവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല നിരപ്പായിട്ടുള്ളൊരു റോഡാണ് വെച്ചാൽ 1 കിലോമീറ്ററോളം വണ്ടി നേരെ സ്ട്രെയിറ്റ് ലൈനിൽ പോവും. ഇനിയിപ്പോൾ ട്രാഫിക്കുള്ളൊരു സ്ഥലങ്ങളിൽ എത്രത്തോളം ട്രാഫിക് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഇതൊരു ഇറക്കാണ്, അപ്പോൾ ജസ്റ്റ് ഞാൻ ആക്സിലേറ്ററിൽ ഒന്ന് കാല് വയ്ക്കണു, പ്ലസ് ബട്ടൺ അടിക്കണു, ലെവൽ 3 കിട്ടു. ഞാൻ ബ്രേക്കോ കാര്യങ്ങളൊന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. വണ്ടി സ്ലോ ആയി നോക്കി, നിങ്ങൾ സ്ലോ ആയി നിന്ന് കണ്ട. അവിടെ നിന്ന് ഞാൻ ആക്സിലേറ്റർ ചവിട്ടി വിട്ടിട്ട് ഇത്രയും ദൂരം 0 മോട്ടോർ പവറിലാണ് ശരിക്കും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു വണ്ടിയിലത്തെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി. ഇത് പഠിക്കാണ്ട് നിങ്ങൾ EV എടുത്തിട്ട് ലെവൽ 3 ഞാൻ ഇത് ഇടും ചെയ്തു, ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തു, അങ്ങനെയാണ് ഞങ്ങൾ ഹൈവേയിലൊക്കെ ഓടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ കറണ്ട് ബില്ലും അതേപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് നിങ്ങൾ കളഞ്ഞു എന്നാണ് ഞാൻ ശരിക്കും പറയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് റീജൻ, ഇതിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റേഞ്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്കൊരു 30 അല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റർ ഡെയിലി ഓട്ടണമെങ്കിൽ മാത്രം EVയിലേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതിയെന്ന്. ഇത് നിങ്ങൾ ഏത് വണ്ടി എടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കാനായിട്ട് മുമ്പ് നിങ്ങൾ സ്വയം ഒരു പ്ലാൻ ഉണ്ടാക്കുക. അതിൽ ആദ്യത്തെ ഒരു കാര്യമാവണം, നിങ്ങളൊരു വർഷത്തിൽ എത്ര കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുള്ള ആവറേജ് ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണം. ഇതെന്തിനാ ആദ്യമേ തന്നെ എന്ന് ചോദിക്കാൻ ചെയ്ത് മൊത്തം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ കിട്ടും. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോണ കാറ് എത്ര വർഷം നിങ്ങളുടെ കയ്യിലിരിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് സിറ്റി യൂസ് ആണോ അതോ ലോങ് ഡിസ്റ്റൻസിലുള്ള ട്രാവലിങ്ങിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാർ എടുക്കണേ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യമേ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഇത് പറയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതിലൊരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ EV ചാർജ് ചെയ്യാൻ പറ്റില്ല, 3 ഫേസ് ആക്കണം. നോർമലായിട്ടുള്ള വീടാണ് നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഫേസ് ആക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-25,000 രൂപ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മസ്റ്റായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. നിങ്ങളൊരു EV വാങ്ങിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ 3 ഫേസ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു യൂണിറ്റിന് ഇത്ര രൂപ എന്ന് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതിൽ തന്നെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, സ്ലോവിൽ ചാർജിങ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി 30 വാട്ട്സിൻ്റെ ഒരു ചാർജറിലാണ് കുത്തിയിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ഞാൻ ഈ ഒരു കാറും വെച്ചിട്ട് അതിനടുത്ത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. റെസ്റ്റോറൻറ്റുകളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് ഒരു ചായ കുടിക്കുമ്പോഴേക്കും ഏകദേശം വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ഒരു മണിക്കൂർ കൊണ്ട് ചാർജ് കയറുന്നതാണ് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് തോന്നുന്നു 120 വാട്ട്സ് വരെ സപ്പോർട്ട് ആയിട്ടുണ്ട്. അതായത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ചാർജർ വെച്ച് വരെ ഈ ഒരു വണ്ടി ചാർജ് ചെയ്യാം. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എടുക്കുന്ന EVയിൽ എത്ര ഫാസ്റ്റ് ചാർജിങ് എത്ര വരെ സപ്പോർട്ട് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒരു 80ൻ്റെ ചാർജറൊക്കെയാണ് നോർമലി ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത്. അത് നിങ്ങളുടെ വീടിൻ്റെ ഭാഗങ്ങളുണ്ടോയെന്ന് നിങ്ങളൊന്ന് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. ഇത്തരത്തിലുള്ള 80ൻ്റെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറിലൊക്കെ ഒരു 10-400 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഈ ഒരു വണ്ടിയിൽ കയറും. അതേപോലെ നിങ്ങളുടെ വണ്ടിയിൽ കയറും എന്നുള്ള ഒരു കാര്യം മസ്റ്റായിട്ട് നോക്കാം. ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 10,000 മുതൽ 15,000
15,000 കിലോമീറ്റർ വരെ ഓട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെട്രോൾ വണ്ടി ആയിരിക്കും. ലോ മെയിൻ്റെനൻസ് ആണ്. പിന്നെ വാങ്ങണ സമയത്തും വലിയ രീതിയിലുള്ള പ്രൈസ് മറ്റുള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രൈസ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നല്ല സ്മൂത്ത് ആയിരിക്കും, റിഫൈൻഡ് ആയിരിക്കും. ഇനിയിപ്പോൾ കുറേ നാളൊക്കെ നിങ്ങൾ നിർത്തിയിടേണ്ടി വന്നു കഴിഞ്ഞാലും വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും അധികം വരില്ല. അതിന് പുറമെ നിങ്ങൾ വിൽക്കണ സമയത്ത് നല്ല റീസെയിൽ വാല്യൂ കിട്ടും. ഇതിനാകെ കൂടെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ്, അതായത് എല്ലാ പെട്രോൾ കാറുകളും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, പെട്രോളിന്റെ വില ഡെയിലി കയറിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്വർണ്ണത്തിന്റെ പോലെ അങ്ങനെ ഒറ്റയടിക്ക് കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളുള്ളവരൊക്കെ പെടും. അതേപോലെ തന്നെ E30 മാറിയിട്ട് ഇപ്പോൾ അതിന് മേലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഭാവിയിൽ വരാൻ പോണ പെട്രോൾ നിങ്ങളുടെ കാറിൽ സപ്പോർട്ട് ആവോ എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ പണി മുതൽ പല രീതിയിലുള്ള മൈലേജ് തൊട്ട് പല രീതിയിലുള്ള കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാറിന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു E80 ഒക്കെ വരെ സപ്പോർട്ടുള്ള കാറുകൾ വരെ ഇറങ്ങി തുടങ്ങി. ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി ഒരു വർഷത്തിൽ 20,000 മേലെ നിങ്ങൾക്ക് ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഹൈവേനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതായത് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ പോകണം, ഡെയിലി പോയി വരണം, സിറ്റിയിലുള്ള ഓട്ടം കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ വണ്ടികൾ എടുക്കണമായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടോർക്ക് ആയിരിക്കും. അതിന് പുറമെ ഹൈവേയിലൊക്കെ നല്ല രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിന് നെഗറ്റീവ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പൈസ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഡീസൽ വാഹനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. DPFന്റെ ഒരു അവയർനെസ് നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അതിന് പുറമെ ഈ ഒരു വണ്ടി കുറച്ചാൾ നിങ്ങൾ നിർത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനെന്തെങ്കിലും തകരാറുകളോ വരുമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ തന്നെ ചോദിച്ചിരിക്കണം. പിന്നെ ഡീസൽ വണ്ടികൾ പൊതുവെ പെട്രോൾ വണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലാണ്. അതും കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് കൂടുതൽ സിറ്റി യൂസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EVയുടെ പോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ CNG ടൈപ്പ് വണ്ടികൾ. അപ്പൊ അതിൽ കുറച്ച് കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ വണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇപ്പൊ പല വണ്ടികളിലും CNG ഉള്ള വണ്ടികൾക്ക് ബൂട്ട് സ്പേസ് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ പല വണ്ടികളിലും ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഷൻസിന്റെ എണ്ണം അവൈലബിലിറ്റി നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം. നിങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ നീണ്ട ക്യൂ പെട്രോൾ പമ്പിലേക്ക്. ഇത് വേറെ ഒന്നല്ല കേട്ടോ, CNG നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ അത്ര അധികം CNG സ്റ്റേഷൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഇപ്പൊ EV വണ്ടി ചാർജ് ചെയ്യണ പോലെ തന്നെ ചെറിയൊരു പോരായ്മ നിങ്ങൾ CNGയുടെ ഭാഗങ്ങളിൽ ആദ്യമേ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം ആ ഒരു വണ്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാനായിട്ട് വരും കേട്ടോ. അതായത് നല്ല രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും CNG വണ്ടികൾക്ക് വന്നിട്ടുള്ളത്. അപ്പൊ സിറ്റി യൂസ് ഒക്കെ കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയും കൂടെ പരിഗണിക്കുക. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾക്ക് സിറ്റിയിലാണെച്ചാലും ലോങ് റൈഡിനാണെച്ചാലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു EVനെക്കാട്ടും അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളെക്കാട്ടും ആ ഒരു ആദ്യം ഇറക്കേണ്ട ഒരു പൈസ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എഫിഷ്യൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി, ഒരു ടൈപ്പ് വണ്ടിയാണ് ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. അതിനൊരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളൊന്നും നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവിലൊന്നും നിങ്ങൾ ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആക്കേണ്ടി വരില്ല. പിന്നെ പെട്രോളിന്റെ അല്ലെങ്കിൽ ഇപ്പൊ എന്താണോ ആ ഒരു വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫ്യൂവൽ സപ്പോർട്ടും കൂടെ നിങ്ങൾക്ക് വരും. CNGയിൽ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹൈബ്രിഡിലും അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ടെൻഷൻ ഒന്നും വേണ്ട ലോങ് ഒക്കെ വണ്ടി എടുക്കുന്ന സമയത്ത്. ഇനി ഏറ്റവും അവസാനമാണ് നിങ്ങൾ ശരിക്കും EVനെ പറ്റി ചിന്തിക്കണ്ടോ. EV എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കുറെ പോയിന്റുകൾ ഇതിൽ കവറായി പോയിട്ടുണ്ട്. ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ സിറ്റി യൂസും ഈ പറഞ്ഞ 30 അല്ലെങ്കിൽ 80-100 കിലോമീറ്ററിനടുത്ത് ഡെയിലി ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് EV ചൂസ് ചെയ്യാം. വണ്ടി ഭയങ്കര സൈലന്റ് ആയിരിക്കും. അതായത് ഭയങ്കര ക്വയറ്റായിട്ട് ഭയങ്കര സമാധാനത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന് പുറമെ ഞാൻ പറഞ്ഞില്ലേ 2 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ചാർജ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരു വട്ടം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 500 കിലോമീറ്റർ ഓടുന്ന പറയുന്ന സമയത്ത് ഒരു ഫ്യൂവൽ അടിച്ചിട്ട് ഓടുന്ന ഒരു വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി കാശ് മാത്രമാണ് നമുക്ക് ഇതിന് കറണ്ട് ബില്ലായിട്ട് ശരിക്കും അടക്കേണ്ടതായിട്ടുള്ളൂ. അതേപോലെ തന്നെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇപ്പോൾ ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുമ്പോഴേക്കും നമുക്ക് മാക്സിമം പവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൽ ഇപ്പോൾ ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഈ മറ്റേ ഫെറാരിയിലൊക്കെ ഇരിക്കില്ല, ഇങ്ങനെ നമ്മൾ ഇരിക്കേണ്ടതായിട്ട് വരും. അത്ര പവർഫുൾ ആയിട്ട് ഈ ഒരു വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നോർമലി വണ്ടികളിൽ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ ഈ ഹിൽ ഹോൾഡ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശരിക്കും കാണിക്കാനാണ്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഇപ്പൊ ഇതിന്റെ ഇന്റീരിയർ തന്നെ നോക്കിയാൽ നിങ്ങൾ ഒരു ഏകദേശം ഒരു 2 കോടിയോളം രൂപ വില വരുന്ന ഒരു വണ്ടിയിലുള്ള അത്രയും ഇന്റീരിയറിലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കുത്തി അറച്ചു വെച്ചിരിക്കുകയാണ്. 360 ആംഗിളിലുള്ള ക്യാമറ വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സർവീസ് സ്റ്റേഷന്റെ കേസ് പറഞ്ഞിട്ടുണ്ടെന്നില്ലേ, എന്തെങ്കിലും ബഗ് കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് സ്റ്റേഷനിലൊന്നും ശരിക്കും പോകണ്ട. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തിരി കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ചധികം ഫീച്ചേഴ്സും കൂടെ നിങ്ങൾക്ക് ഒരു EV എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കാം. ഇതിലുള്ള നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ടൈമാണ്. ഇപ്പൊ ചില വണ്ടികളൊക്കെ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ എടുക്കും ശരിക്കും ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. അതായത് വീട്ടിൽ കുത്തിയിരുന്ന സമയത്ത്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുമെന്ന് നോക്കുക. ഒരു വട്ടം ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നോക്കുക. പിന്നെ ടയറിന്റെ കേസാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ടയർ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർ മാറേണ്ടതായിട്ട് വരും. വലിയ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റും കൂടെ നിങ്ങൾക്ക് ബാധ്യതയായിട്ട് വരും. പിന്നെ ഇത് ഓടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരങ്ങളും കൂടി ഇല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടെ ചുരുക്കി പറയാൻ വെച്ചാൽ 10,000 കിലോമീറ്ററിന് താഴെയാണ് ഒരു വർഷം നിങ്ങൾ വണ്ടി ഓടിക്കാൻ നിൽക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്രോൾ വണ്ടികൾ ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ 10,000 തൊട്ട് 20,000 ഇടയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ്
ഹൈബ്രിഡ് അല്ലെങ്കിൽ പെട്രോൾ വണ്ടികൾ ചൂസ് ചെയ്യാം. 20,000+ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ വണ്ടികൾ ചൂസ് ചെയ്യാം. ഈ സിറ്റി പ്ലസ് ഹോം ചാർജിങ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EV-യിലേക്ക് പോകാം. സിറ്റി പ്ലസ് നിങ്ങൾക്ക് CNG ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ അടുത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CNG ഉള്ള ഒരു വാഹനം ചൂസ് ചെയ്യാം. ചുരുക്കി പറയാൻ ഓരോ വർഷത്തിലും ഓരോ മികച്ച കാർ എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള സംഭവമൊക്കെ വെറുതെ മിത്താണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള മികച്ച കാർ നിങ്ങൾ വാങ്ങുക. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ EV ഒക്കെ ഒരു വട്ടം ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഒരൊറ്റ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കില്ല. ഈ ഒരു ടയർ തിരിയാനാണ്ട് ചെറിയൊരു നോയ്സ്, ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവം. അത് പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കേൾക്കില്ല. ഭയങ്കര സൈലന്റ് ആണ് ഈ ഒരു ക്യാബിൻ എന്ന് പറയുന്നത്. പിന്നെ പെട്രോൾ സ്റ്റേഷനിലൊക്കെ നമ്മളങ്ങനെ എത്തിച്ച് നോക്കി പോവാ വേണ്ടോ, പമ്പിലൊക്കെ കയറിയിട്ട് എത്ര മാസങ്ങളായി എന്നറിയോ. ട്രാഫിക്കിലൊക്കെ വളരെ സ്മൂത്ത് ആ വണ്ടി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പെട്രോൾ കാറുകളിലുണ്ട്. എന്നുവെച്ചാൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവണ വരെ നമുക്ക് ഈസിക്ക് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ബട്ടൺ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മോട്ടോർ ഓൺ ആക്കണ്ട, പാർക്കിങ്ങിൽ ഇട്ടിട്ട് മോട്ടോർ ഓൺ ആക്കാണ്ട് തന്നെ നമുക്ക് എസിയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ 360 ആംഗിളുള്ള ക്യാമറ, പിന്നെ സർവീസ് സെന്റർ പോകാണ്ടുള്ള പല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അതിനെ OT അപ്ഡേറ്റ്സ് എന്നൊക്കെ ശരിക്കും പറയും. പിന്നെ ആകെ കൂടെ വരുന്നത് ഈ പറഞ്ഞ AC-യുടെ ഫിൽറ്ററാണ്. അതും ചെറിയൊരു റേറ്റിൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ടയറിന്റെ കേസായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചുറന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ 4000-5000 കിലോമീറ്ററിൽ ടയർ തിരിച്ചിടണോണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വീൽ അലൈൻമെന്റ് ചെയ്യണോണ്ടോ എനിക്ക് ടയറിനും ഇതുവരെ യാതൊരുത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ പർപ്പസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള വണ്ടികൾ ആദ്യം സോർട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക. EV ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഓട്ടം കുറവാണ്. അതായത് ഇപ്പോൾ ഏകദേശം 15,000 കിലോമീറ്ററാണ് ഞാൻ ഒരു വർഷം കൊണ്ട് ഓടിച്ചത്. എന്നിട്ട് എന്തിന് EV എടുത്തു എന്ന് ചോദിക്കാൻ വെച്ചാൽ എനിക്ക് വേറെ ബാക്കപ്പ് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഇത് എടുത്തതിന് ശേഷം നമുക്ക് ഒരു ടോയ് പോലെയാണ്. ഏകദേശം ഒരു 15 വർഷത്തേക്ക് ഞാൻ വേറൊരു കാറിലേക്ക് മാറാനുള്ള ഒരു പ്ലാൻ ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്നത് 15 വർഷമാണ്. അപ്പോൾ 15 വർഷം ഏകദേശം അൺലിമിറ്റഡ് കിലോമീറ്റർ ഈ ഒരു വണ്ടിയിലേക്ക് വാറണ്ടി ഉള്ള കാരണമാണ് ഞാൻ ശരിക്കും ഈ ഒരു വണ്ടി എടുത്തത്. പിന്നെ ഓയിൽ മാറണ്ട, ക്ലച്ചിന് തേയ്മാനം വരില്ല, ഈ പറഞ്ഞ പോലെ തന്നെ സ്പാർക്ക് പ്ലഗ്, എഞ്ചിൻ ഓയിൽ, പിന്നെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഏതൊരു വണ്ടിയാണെങ്കിൽ പോലും ഒരു 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 80,000 കിലോമീറ്ററിൽ ഒരു മേജർ സർവീസ് വരും. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ വരാത്തതുകൊണ്ടും ഒരു ടോയ് എന്നൊക്കെ പറയില്ല, എനിക്ക് കുറച്ച് ലോക്കൽ ഓട്ടത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള വണ്ടികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മികച്ച കാർ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഏതൊരു വണ്ടി ആയാലും നിങ്ങൾക്ക് കാലക്രമേണ ആ ഒരു വണ്ടി മടുത്ത് നിങ്ങൾ വേറൊരു വണ്ടിയിലേക്ക് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ കാർ എടുക്കാനായിട്ട് മുമ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ, അതായത് ഇത് എങ്ങനെ ഓടിക്കേണ്ടതെന്നുള്ളത് ശരിക്കും ചെറിയൊരു വീഡിയോ ആണ്. നോർമലി ഒരു കാർ ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇലക്ട്രിക് വണ്ടികൾ എന്ന് പറയുന്നത്. ഇത്തിരി കൂടെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇത്തിരി കൂടെ പവർഫുൾ ആയിരിക്കും. പിന്നെ ബ്രേക്കിങ്ങിന്റെ ഭാഗങ്ങളിൽ ഭയങ്കര സഡനായിട്ട് ബ്രേക്ക് ചെയ്യണ പോലത്തെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അതായത് ഇപ്പോൾ ലെവൽ 3-ലാണ് ഞാൻ ഈ ഒരു വണ്ടി ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാലും കയറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോവാം. ഇപ്പോൾ ബ്രേക്ക് പിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആക്സിലേറ്റർ കാല് കൊടുക്കുക, ലെവൽ 3 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് പിടിക്കാൻ പോലും വേറൊരാളുടെ ആവശ്യമില്ല. ആ ഒരു തരത്തിൽ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് പവർഫുൾ ആയതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആക്സിലേറ്ററും കാര്യങ്ങളും എല്ലാം കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡേഞ്ചറും കൂടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. പിന്നെ കത്തലും പിടിക്കലൊന്നും ഇതേവരെ അധികം കാറുകളിൽ കണ്ടിട്ടില്ല. പെട്രോൾ വണ്ടികളാണ് ഇപ്പോൾ കൂടുതലും കത്തണത് ആ ഒരു എത്തനോളുടെ പ്രശ്നം കൊണ്ട്. അപ്പോൾ സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും പല EV വണ്ടികളും നമ്മുടെ ഇവിടുത്തെ പല EV അല്ലെങ്കിൽ ഇപ്പോൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വണ്ടികൾക്ക് വരുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ടോട്ടൽ ലോസ് ആയിട്ട് പോലും കത്താത്ത EVകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സേഫ്റ്റി പരമായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് പുറമെ അഡാസ്, റഡാർ, കണ്ടമാനം ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ടാണ് ഇപ്പോഴത്തെ എല്ലാ EVകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊന്നുമല്ല, ബാറ്ററിയും ഫീച്ചേഴ്സും മോട്ടറിൻ്റെ പവറും ഇതും വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി ശരിക്കും ഇങ്ങനെ മാർക്കറ്റ് കൈയടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്ന് വെക്കാൻ വെച്ചാൽ എത്രയും പെട്ടെന്ന് പോവുക, വണ്ടി പർച്ചേസ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് EV വാഹനങ്ങൾ, നല്ല രസമാണ് ഓടിക്കാൻ. അപ്പോൾ അങ്ങനെ ഫണ്ണായിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പോയി എടുക്കാം. അത്രയ്ക്ക് തന്നെയുള്ള നമ്മുടെ 15 മിനിറ്റ് കൊണ്ട് EV ഓടിക്കാൻ പഠിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. നോർമലായിട്ടുള്ള ഒരു കാർ ഓടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് EVയിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ ആദ്യമായിട്ട് EV എടുക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകളും മനസ്സിലാക്കിയിട്ട് സേഫായിട്ട് ഓടിക്കുക. ഇതേപോലത്തെ ആൾക്കാരൊന്നും അധികമില്ല, ഒന്ന് റോഡ് കാണിച്ചു കൊടുത്തേ, ആൾക്കാരൊന്നും അധികം ഇല്ലാത്തുള്ള ഒരു വഴിയിൽ ഓടിച്ച് പഠിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പാർട്സിനൊക്കെ കുറച്ച് അധികം നിങ്ങൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം മാത്രം മൈൻഡിൽ വയ്ക്കുക. പിന്നെ ലൈസൻസ് വേണം കാറിന്, ലൈസൻസ് ഇല്ലാത്തവർ ഓടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ.
അതിൽ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.